ഹായ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് വ്ളോഗ്സ്. അല്ല, മോർണിംഗ് വ്ളോഗ്സ് അല്ല. ഞാൻ ഇന്ന് ചേഞ്ച് ചെയ്ത് ബോഹോ റിച്വൽസ് ബൈ മഹിമ എന്നാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ശരിക്കും ഒരു ഹെയർ വാഷാണ് കാണിക്കുന്നത്. ഒരു സിംഗിൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യുക, കേളി ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ പല ടൈപ്പിലും ഫ്ലാക്സീഡ് ജെൽ ഉപയോഗിച്ചും ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഫ്ലാക്സീഡ് അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഹോൾഡിങ് മെത്തേഡ് യൂസ് ചെയ്യണത്. പക്ഷേ ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട്, അല്ല കുറച്ച് ദിവസം എന്ന് വെച്ചാൽ ഒരു കുറച്ച് മാസമായിട്ട് തന്നെ ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റ് യൂസ് ചെയ്യും. നാച്ചുറലി എന്ന് പറഞ്ഞത് കണ്ടില്ല, ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ നാച്ചുറലി എന്ന് പറഞ്ഞ ഹെയർ ഷാമ്പൂ ആണ് ഞാൻ യൂസ് ചെയ്തത്. ആ ഒരൊറ്റ ഷാമ്പൂ മാത്രമല്ല, ഇതിന് ഞാൻ കണ്ടീഷണറും മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആക്ച്വലി ഇതൊരു കണ്ടീഷണറും ഷാമ്പൂവും ചേർന്നൊരു ടൈപ്പാണേ. ടൈപ്പ് എന്നാണ് പറയണതെന്ന് തോന്നണം. അപ്പം അത് യൂസ് ചെയ്തിട്ടൊന്ന് ഹെയർ വാഷ് ചെയ്യണം. ഇത് അത്ര ബബിൾ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങണ സംഭവമൊന്നും അല്ല. അത് ഡബിൾ വാഷ് ചെയ്യണം. ഒരു ക്ലാരിഫൈ ഷാമ്പൂ യൂസ് ചെയ്യുന്നത് നല്ലതാണ് വീക്ക്ലി ഇത് യൂസ് ചെയ്താൽ. ഞാൻ യൂഷ്വലി ഈ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യാറ് കേട്ടോ. ഒരു പ്രാവശ്യം ഹെയർ വാഷ് ചെയ്യും, പിന്നെ സ്ക്രഞ്ചിങ് മെത്തേഡ് ചെയ്യും. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം നാച്ചുറലായിട്ടൊരു കേൾസിൻ്റെ ആ ഒരു ഇതാണ് എനിക്കിഷ്ടം. അത്ര ഹോൾഡ് ചെയ്യില്ല, നമ്മളത് കുറച്ച് 2 ദിവസം കഴിയുമ്പോൾ ഒന്ന് റിഫ്രഷ് ചെയ്യേണ്ടി വരും. പക്ഷെ ഞാൻ അതും ചെയ്യാറില്ല. എനിക്ക് ആ ഹെയറിൻ്റെ ടെക്സ്ചർ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ നെക്സ്റ്റ് വീക്കിന് ഒരു ഫ്രൈഡേ അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് ഒക്കെ ഹെയർ വാഷ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് മാനേജബിൾ ആണ്. ഇതാണ് എൻ്റെ ഈസി ഹെയർ റുട്ടീൻ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്തേ. താങ്ക് യു, ബൈ.